നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഭൗതികശാസ്ത്രത്തിലെ ഒരു വലിയ വെല്ലുവിളിയെക്കുറിച്ചാണ്. പ്രപഞ്ചത്തിലെ വളരെ അടിസ്ഥാനപരമായ ഒരു കണിക, പക്ഷേ അതൊരു പ്രേതത്തെപ്പോലെയാണ്, നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോ ശാസ്ത്രജ്ഞർക്ക് ഇങ്ങനെയുള്ള ഒന്നിനെ എങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുന്നത്? നമുക്ക് നോക്കാം. അതെ, ഇതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇതിന് ഇലക്ട്രിക് ചാർജില്ല. അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ വസ്തുക്കളിലൂടെയും ഒരു തടസ്സവുമില്ലാതെ, ഒരു അടയാളം പോലും അവശേഷിപ്പിക്കാതെ ഇത് കടന്നുപോകും. അങ്ങനെയുള്ള ഒന്നിനെ നമ്മൾ എങ്ങനെ എണ്ണിയെടുക്കും? ഇതാണ് ശരിക്കുള്ള പ്രശ്നം. സാധാരണയായി ഒരു ഡിറ്റക്ടർ ഒരു കണം വരുന്നതറിയുന്നത് അതിന്റെ ഇലക്ട്രിക് ചാർജ് വെച്ചാണ്. പക്ഷേ ന്യൂട്രോണിന് ചാർജേ ഇല്ല. അതുകൊണ്ട് അവരു കാറ്റുപോലെ നമ്മൾ അറിയാതെ അങ്ങ് കടന്നുപോകും, ഒരു തെളിവ് പോലും തരാതെ. അതുകൊണ്ട് തന്നെ ഈ അദൃശ്യനായ പ്രേതത്തെ പിടിക്കാൻ വേണ്ടി ശാസ്ത്രജ്ഞർക്ക് വളരെ ബുദ്ധിപരമായ ചില വഴികൾ കണ്ടുപിടിക്കേണ്ടി വന്നു. അങ്ങനെയാണ് ന്യൂട്രോൺ കൗണ്ടിംഗ് എന്നൊരു പുതിയ പഠനശാഖ തന്നെ ഉണ്ടാകുന്നത്. അപ്പോ നമുക്ക് ആദ്യം ഈ പ്രശ്നത്തിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. എന്തുകൊണ്ടാണ് ഈ ന്യൂട്രോണുകളെ കണ്ടെത്തുന്നത് ഇത്രയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാകുന്നത്? അപ്പോ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. നിങ്ങൾക്ക് പ്രേതത്തെ നേരിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അതവിടെ ഉപേക്ഷിച്ചു പോകുന്ന കാൽപ്പാടുകൾ ശ്രദ്ധിക്കുക. ഇവിടെ ശാസ്ത്രജ്ഞരും ചെയ്യുന്നത് അതുതന്നെയാണ്. ശരി, ഇനി നമുക്ക് ആദ്യത്തെ രീതിയിലേക്ക് കടക്കാം. വേഗത കുറഞ്ഞുവരുന്ന ന്യൂട്രോണുകളെ പിടിക്കാൻ ശാസ്ത്രജ്ഞർ ഒരുതരം വലയാണ് ഉപയോഗിക്കുന്നത്. ഈ വല എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാമല്ലേ? ശരി, അപ്പോൾ ഈ ബോറോൺ 10 റിയാക്ഷൻ എങ്ങനെയാ നടക്കുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. സ്റ്റെപ്പ് 1, പതുക്കെ വരുന്ന ഒരു ന്യൂട്രോൺ ബോറോൺ 10 ആറ്റത്തിന്റെ അടുത്തേക്ക് വരുന്നു. സ്റ്റെപ്പ് 2, ബോറോൺ ആ ന്യൂട്രോണിനെ അങ്ങ് പിടിക്കും. പക്ഷേ അപ്പോൾ തന്നെ ബോറോൺ അൺസ്റ്റേബിൾ ആവും. സ്റ്റെപ്പ് 3, ഈ അസ്ഥിരത കാരണം അത് പെട്ടെന്ന് രണ്ടായി പൊട്ടും. അങ്ങനെ പൊട്ടുമ്പോൾ ചാർജുള്ള 2 കണങ്ങൾ പുറത്തേക്ക് വരും. ഇനി 4ാമത്തെ സ്റ്റെപ്പ്, അതാണ് പ്രധാനം. ഈ ചാർജുള്ള കണങ്ങളെ നമ്മുടെ ഡിറ്റക്ടറിന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടോ? അപ്പോൾ അദൃശ്യനായ ന്യൂട്രോൺ ഒരു തെളിവ് തന്നിട്ട് പോയി. ഈ പ്രോസസ്സിൽ പുറത്തുവരുന്ന എനർജി എപ്പോഴും ഒരു പ്രത്യേക അളവിലായിരിക്കും. കൃത്യമായി പറഞ്ഞാൽ 2.31 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഇതൊരു വിരലടയാളം പോലെയാണ്. നമ്മുടെ ഡിറ്റക്ടർ ഈ എനർജി സിഗ്നൽ കണ്ടെത്തുമ്പോൾ നമുക്കുറപ്പിക്കാം അവിടെ ഒരു ന്യൂട്രോൺ പിടിക്കപ്പെട്ടു എന്ന്. പക്ഷേ എല്ലാ വലകളും ഒരുപോലെയല്ല കേട്ടോ. ചിലതിന് ന്യൂട്രോണുകളെ പിടിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ സാധ്യത കൂടുതലായിരിക്കും. ഈ സാധ്യതയെയാണ് നമ്മൾ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞാൽ ക്രോസ് സെക്ഷൻ എത്ര വലുതാണോ അത്രയും നല്ല വലയാണത്. ബോറോൺ 10ന്റെ കാര്യം നോക്കൂ. അതിന്റെ ക്രോസ് സെക്ഷൻ 3840 ബാൺസ് ആണ്. ഈ ബാൺ എന്ന് പറയുന്നത് ഈ സാധ്യത അളക്കാനുള്ളൊരു യൂണിറ്റാണ്. എന്തായാലും ഈ വലിയ നമ്പർ കാണിക്കുന്നത് ബോറോൺ 10 ഒരു ഒന്നാന്തരം ന്യൂട്രോൺ വലയാണെന്നാണ്. എന്നാൽ ഹീലിയം 3 അതിലും കേമനാണ്. അതിന്റെ ക്രോസ് സെക്ഷൻ 5330 ബാൺസ് ആണ്. അതായത് ബോറോണിനേക്കാളും ന്യൂട്രോണുകളെ പിടിക്കാനുള്ള കഴിവ് ഹീലിയം 3ക്കുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സെൻസിറ്റീവായ ഡിറ്റക്ടറുകളിലൊക്കെ നമ്മൾ ഹീലിയം 3 ആണ് ഉപയോഗിക്കുന്നത്. ഈ ടേബിളിലേക്കൊന്ന് നോക്കിയേ. ഇവിടെ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന 3 എണ്ണത്തിനെ താരതമ്യം ചെയ്യുകയാണ്. ബോറോൺ 10, ഹീലിയം 3, പിന്നെ ലിഥിയം 6. ഇതിൽ ഹീലിയം 3ക്കാണ് ന്യൂട്രോണിനെ പിടിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ, അതായത് ക്രോസ് സെക്ഷൻ ഏറ്റവും വലുത്. പക്ഷേ ലിഥിയം 6 ഒരു ന്യൂട്രോണിനെ പിടിച്ചാൽ പുറത്തുവിടുന്ന എനർജി, അതായത് ക്യൂ വാല്യൂ, വളരെ കൂടുതലാണ്. അപ്പോൾ ഓരോ മെറ്റീരിയലിനും അതിൻ്റെതായ പ്രത്യേകതകളും ഉപയോഗങ്ങളുമുണ്ട്. ശരി, അപ്പോൾ വേഗത കുറഞ്ഞ ന്യൂട്രോണിന്റെ കാര്യം ഓക്കെ. പക്ഷേ ഈ വലയിലൊന്നും കുടുങ്ങാൻ പറ്റാത്ത അത്ര വേഗത്തിലൊരു ന്യൂട്രോൺ വന്നാലോ? അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? അപ്പോൾ നമ്മൾ തന്ത്രം മാറ്റും. വലയിട്ട് പിടിക്കുന്നതിന് പകരം നമ്മൾ ആ ന്യൂട്രോണിനെ മറ്റെന്തെങ്കിലും കൊണ്ടുപോയി ഇടിപ്പിക്കും. ഒരു ബില്യാർഡ്സ് കളി പോലെ. നമുക്ക് ആ കൂട്ടിയിടിയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാം. ഇതൊരു സബ് അറ്റോമിക് ബില്യാർഡ്സ് കളിയാണെന്ന് സങ്കൽപ്പിക്കുക. അദൃശ്യനായ ന്യൂട്രോൺ നമ്മുടെ ക്യൂബോളാണ്. നമ്മൾ ചെയ്യുന്നത് ആ ക്യൂബോൾ ചെന്ന് ഇടിക്കുന്ന മറ്റു ബോളുകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് അളക്കുകയാണ്. സാധാരണയായി ഈ വേഗതേറിയ ന്യൂട്രോണുകൾ ഇടിക്കുന്നത് പ്രോട്ടോണുകളിലാണ്, അതായത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ ന്യൂക്ലിയസില്. ന്യൂട്രോൺ വന്ന് ഇടിക്കുന്നതോടെ പ്രോട്ടോൺ ശക്തിയായി മുന്നോട്ട് തെറിച്ചുപോകും. ഈ തെറിച്ചുപോകുന്ന പ്രോട്ടോണിനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഈ സൂത്രവിദ്യയാണ് പ്രോട്ടോൺ റീകോയിൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ രീതിയുടെ ഒരു വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ കാര്യക്ഷമമാണ്. ഉയർന്ന ഊർജ്ജമുള്ള ന്യൂട്രോണുകളിൽ പകുതിയോളം, അതായത് ഏകദേശം 50% വരെ ഈ രീതി ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇനി
ന്യൂട്രോണുകളെ കണ്ടെത്താനായി ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചിട്ടുള്ള മറ്റു ചില കിടിലൻ വഴികൾ കൂടി നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ഒരു രീതിയാണ് ആക്ടിവേഷൻ അനാലിസിസ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു മെറ്റീരിയലിലേക്ക് ന്യൂട്രോണുകളെ കടത്തിവിടും. അപ്പോൾ ആ മെറ്റീരിയൽ കുറച്ചു നേരത്തേക്ക് റേഡിയോ ആക്റ്റീവായി മാറും. പിന്നീട് ആ റേഡിയോ ആക്ടിവിറ്റി അളന്നു നോക്കി അതിലൂടെ എത്ര ന്യൂട്രോണുകൾ കടന്നുപോയി എന്ന് നമുക്ക് കൃത്യമായി കണക്കാക്കാൻ പറ്റും. മറ്റൊരു രസകരമായ രീതിയാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇത് ശരിക്കും ഒരു ഓട്ടമത്സരം പോലെയാണ്. നമ്മൾ 2 ഡിറ്റക്ടറുകൾ ഒരു നിശ്ചിത ദൂരത്തിൽ വെക്കും, എന്നിട്ട് ഒരു ന്യൂട്രോൺ ആദ്യത്തെ ഡിറ്റക്ടറിൽ നിന്ന് രണ്ടാമത്തെ ഡിറ്റക്ടറിലേക്ക് എത്താൻ എത്ര സമയമെടുത്തു എന്നളക്കും. ഈ സമയം വെച്ച് ആ ന്യൂട്രോണിന്റെ വേഗതയും ഊർജവും നമുക്ക് ഈസിയായി കണ്ടുപിടിക്കാം. ശരി, ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഇത്രയധികം ബുദ്ധിപരമായ വഴികളിലൂടെ ഈ അദൃശ്യ കണങ്ങളെ എണ്ണുന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്ത് പ്രയോജനമാണുള്ളത്? എന്തിനാണ് ഇതിത്ര പ്രധാനപ്പെട്ടതാകുന്നത്? അപ്പോ ഈ പറഞ്ഞതിൽ നിന്നെല്ലാം നമ്മൾ എന്താണ് ഓർത്തുവെക്കേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ന്യൂട്രോണുകൾ ന്യൂട്രൽ ആയതുകൊണ്ട് അവയെ നമുക്ക് ഇൻഡയറക്റ്റായിട്ടേ കണ്ടുപിടിക്കാൻ പറ്റൂ. അതായത് അവയുണ്ടാക്കുന്ന മറ്റ് സംഭവങ്ങളെ നിരീക്ഷിച്ചിട്ട്. പതുക്കെ വരുന്ന ന്യൂട്രോണുകളെയാണെങ്കിൽ നമ്മൾ ബോറോൺ 10, ഹീലിയം 3 പോലുള്ള ഐസോടോപ്പുകൾ വെച്ച് പിടിക്കും. ഇനി ഭയങ്കര വേഗത്തിലാ വരുന്നതെങ്കിലോ നമ്മളതിനെ പ്രോട്ടോണുകളിൽ കൊണ്ടിടിപ്പിച്ച് ഐഡിയുടെ ആഘാതം അളക്കും. ഈ ടെക്നിക്കുകളൊക്കെ ന്യൂക്ലിയർ റിയാക്ഷനുകൾ പഠിക്കുന്നതിനും ഫിസിക്സിലെ പല അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അത്യന്താപേക്ഷിതമാണ്. മാത്രമല്ല, ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസ് പോലെയുള്ള രീതികൾക്ക് ഒരുപാട് ശാസ്ത്രശാഖകളിൽ വലിയ ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ അദൃശ്യമായ ഒന്നിനെ എങ്ങനെ കാണണമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവിന്റെ ഒരു വാതിൽ തുറന്നു തരികയാണ്. ഇനിയും ഇതുപോലെ കണ്ടെത്താനായി എന്തെല്ലാം രഹസ്യങ്ങളായിരിക്കും ഈ പ്രപഞ്ചം നമുക്കായി കാത്തുവച്ചിരിക്കുന്നത്? ചിന്തിച്ചു നോക്കൂ. നന്ദി.